പ്രഖ്യാപനത്തിനെ കാത്തുനിൽക്കാതെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കുകയായിരുന്നു അല്ലേ? അരുൺകുമാർ, അങ്ങനെയാണ്. സഭാ സമ്മേളനം തുടങ്ങി ആദ്യ മിനിറ്റിൽ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതിഷേധമറിയിച്ച് സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷാംഗങ്ങൾ പുറത്തേക്ക് പോവുകയായിരുന്നു. ഈ അതിദാരിദ്ര്യമുക്ത കേരളം എന്ന പ്രഖ്യാപനം അത് ശുദ്ധ തട്ടിപ്പാണെന്ന ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് നിയമസഭയ്ക്കകത്ത് ഉന്നയിച്ചത്. എന്ത് മാനദണ്ഡമാണ് ഈ അതിദാരിദ്ര്യമുക്ത പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് നടപ്പിലാക്കിയത് എന്നടക്കമുള്ള ചോദ്യങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് ഇന്ന് സഭാ സമ്മേളനം നടക്കുമ്പോൾ, അതും അവധി ദിവസം സഭാ സമ്മേളനം വിളിച്ചു ചേർക്കുമ്പോൾ പ്രതിപക്ഷവും ആലോചിച്ചില്ല എന്ന പരാതിയുമുണ്ട്. ഇതാണ് ചട്ടവിരുദ്ധമായി സഭാ സമ്മേളനം വിളിച്ചുവെന്ന പരാതി പ്രതിപക്ഷം സ്പീക്കർക്ക് നൽകാനുള്ള കാരണം. എ പി അനിൽകുമാർ ഇന്നലെയാണ് പരാതി നൽകിയത്. അതേസമയം ഇത് ചരിത്ര മുഹൂർത്തമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശേഷിപ്പിച്ചത്. അതിന്റെ മാനദണ്ഡം ഒന്നൊന്നായി നിയമസഭയിൽ ആ പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയും ചെയ്തു. ആ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി അടിത്തട്ടിൽ അത് വാർഡ് സഭകളിലടക്കം പരിശോധിച്ചതിന് ശേഷമാണ് അതിദാരിദ്ര്യമുക്ത പദ്ധതി അത് പൂർണ്ണമായും ഇവിടെ നടപ്പിലാക്കിയത് എന്ന് വിശദീകരിച്ചു. അതും നീതി ആയോഗിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ അതിദരിദ്രരായ കുടുംബങ്ങളെ കണ്ടെത്തുന്നു, അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകുന്നു, വീട് നൽകുന്നു, ഭൂമി നൽകുന്നു, അങ്ങനെ അവർക്ക് കൃത്യമായ വരുമാനം ഉറപ്പിക്കുന്നു. അങ്ങനെയാണ് ഈ പദ്ധതി പൂർണ്ണ അർത്ഥത്തിൽ സംസ്ഥാനത്ത് യാഥാർത്ഥ്യമായത് എന്നാണ് മുഖ്യമന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞത്. ഏതായാലും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യമായ ഒരു സംസ്ഥാനം, അത് കേരളം, അതിദാരിദ്ര്യം മുക്തമാകുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ അത് അഭിമാനമാണ്. ഇത് സംബന്ധിച്ച പക്ഷേ രാഷ്ട്രീയ വാക്പോര് വരും ദിവസങ്ങളിലും തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇത്തരമൊരു പദ്ധതി പ്രഖ്യാപിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ തന്നെ ഈ കാര്യത്തിൽ കോൺഗ്രസും ബി.ജെ.പിയും ഒക്കെ എതിർപ്പുമായി ഇതിനെതിരെ ആരോപണവുമായി രംഗത്ത് വന്നതാണ്. കേന്ദ്രത്തിന്റെ സഹായത്താലാണ് അതിദാരിദ്ര്യം മുക്തമായത് കേരളമെന്ന് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനടക്കം അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് കേരളം ഇപ്പോഴും അതിദാരിദ്ര്യം മുക്തമായിട്ടില്ല എന്ന വിമർശനവും ആരോപണവുമാണ് പ്രതിപക്ഷവും ഉന്നയിക്കുന്നത്. അതിന് കുറെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇപ്പോഴും പട്ടിണിയാണ് നാട്ടിലുള്ളത് എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ തുടർച്ചയായി ഇനി രാഷ്ട്രീയ നേതൃത്വങ്ങൾ തമ്മിൽ വാക്പോരും വാദപ്രതിവാദങ്ങളും നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അരുൺകുമാർ. ഓക്കെ റോഷി.